ആലപ്പുഴയിൽ പട്ടാപ്പകൽ മുഖംമൂടി ആക്രമണം. വീടിനുള്ളിൽ കയറി വീട്ടമ്മയെ അജ്ഞാതൻ അടിച്ച് ബോധം കെടുത്തി. കലവൂർ കാട്ടൂരിലാണ് സംഭവമുണ്ടായത്. കവർച്ചാശ്രമം എന്നാണ് സംശയം. മണ്ണഞ്ചേരി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആലപ്പുഴയിൽ നിന്നാണ് ഈ മുഖംമൂടി ആക്രമണത്തിന്റെ വാർത്ത വരുന്നത്. വീട്ടിനുള്ളിൽ കയറി വീട്ടമ്മയെ അടിച്ച് ബോധം കെടുത്തുകയായിരുന്നു. ആലപ്പുഴയിലെ കലവൂർ കാട്ടൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കവർച്ചാശ്രമം എന്ന സംശയമാണ് പോലീസിന് നിലവിലുള്ളത്. ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പണമോ സ്വർണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആക്രമണത്തിൽ ഈ വീട്ടമ്മയുടെ കഴുത്തിന് പരിക്കേറ്റു. മണ്ണഞ്ചേരി പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അക്രമി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആ ദൃശ്യങ്ങളാണിപ്പോൾ കാണാൻ കഴിയുന്നത്. വീട്ടമ്മയെ അടിച്ച് ബോധം കെടുത്തുകയായിരുന്നു. കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ആ വീട്ടിലെത്തി വിവരശേഖരണം നടത്തി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വാതിലുകൾ പൂട്ടിയിട്ട ശേഷം ഈ അക്രമി മടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. തുണിയെടുത്ത് വായിൽ തിരുകി കയ്യും കാലും കൂട്ടിക്കെട്ടുകയായിരുന്നു വീട്ടമ്മയുടെ എന്നുകൂടി അറിയുന്നുണ്ട്. ബോധരഹിതയായ തങ്കമ്മയെ ഷാളെടുത്ത് കഴുത്തിന് ചുറ്റി ജനൽ കമ്പിയിൽ കൂട്ടിക്കെട്ടിയിട്ടാണ് ഈ അക്രമി സ്ഥലം വിട്ടത് എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നു. മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മനീഷ്, ഉന്മേഷ്, നാടിനെ ഞെട്ടിക്കുന്ന സംഭവമാണ് ആലപ്പുഴ കലവൂരിലുണ്ടായത്. പട്ടാപ്പകൽ, അതും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ കലവൂർ കാട്ടൂർ. അവിടെയാണ് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം. പക്ഷേ നാട്ടുകാരൊക്കെ തന്നെ അറിയുന്നതും അങ്ങനെ ആ ഒരു ഞെട്ടലിൽ നിന്നും വീട്ടുകാർ തന്നെ മാറിയിട്ടില്ല. വീട്ടിൽ 58 വയസ്സുള്ള തങ്കമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഭർത്താവ് എറണാകുളത്തേക്ക് മത്സ്യബന്ധനത്തിന് രാവിലെ പോയി. അതിനുശേഷം 8 മണിയോടുകൂടി മകനും ലോറി ഡ്രൈവറായ മകനും ജോലിക്ക് പോയി. അതിനുശേഷം വീട്ടിൽ തനിയെ മാത്രമായിരുന്നു തങ്കമ്മ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അടുക്കള വാതിൽ വഴിയാണ് അക്രമി മുഖം മൂടി ധരിച്ച് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഉടൻ തന്നെ അക്രമിയെ കണ്ട് നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും വായിലേക്ക് തുണി തിരികെ കയറ്റിയ ശേഷം കുട കൊണ്ട് തലക്കടിച്ച് അവിടെ കിടത്തി. പാതി ബോധരഹിതയായ അവിടെ കിടന്ന സമയത്ത് ഇയാൾ ഈ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ അലമാര, മറ്റു സാമഗ്രികളെല്ലാം തപ്പി പരിശോധിക്കുന്നത് ഇതിനിടയിൽ തങ്കമ്മ കണ്ടു. വീണ്ടും ഉണർന്ന സമയത്ത് വീണ്ടും തലക്കിട്ടടിച്ചു. അതിനുശേഷം മകനെ ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച ശേഷം പിന്നീട് ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ കെട്ടി ഈ ജനൽ കമ്പിയോട് ചേർത്ത് കെട്ടിയിട്ടു. അങ്ങനെ വീണ്ടും കഴുത്തിൽ അടിച്ചപ്പോൾ ബോധരഹിതയായി തങ്കമ്മ അവിടെ കിടക്കുകയായിരുന്നു. അതിനുശേഷം അക്രമി ആ വീട് മുഴുവനായി അരിച്ച് പരിശോധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. കറുത്ത് നല്ല ഉയരമുള്ള ഒരാളാണെന്നാണ് തങ്കമ്മ നിലവിൽ പോലീസിന് കൊടുത്തിട്ടുള്ളത്. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് ഇത് സംബന്ധിച്ച് അവിടെ എത്തി പോലീസ് പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും മറ്റ് വിരലടയാള വിദഗ്ധരും ഒക്കെ തന്നെ, ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ അവിടെ എത്തി പരിശോധന നടത്തി. പക്ഷേ അക്രമിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല.